ഇന്ത്യക്ക് മേൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചുമത്തിയ 50% ടാരിഫ്, 25% പീനൽ ടാരിഫ് അടക്കം നിലവിൽ വന്നിരിക്കുകയാണ്. നീതീകരിക്കാനാകാത്ത ഈ ഉയർന്ന തീരുവ ഹ്രസ്വകാലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്പം ദോഷം ചെയ്യും. ഈ ഉയർന്ന തീരുവ തുടർന്നാൽ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓഹരി വിപണിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പരിശോധിക്കാം. വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ കണക്കാണ് $87 ബില്യൺ. ഇറക്കുമതി $42 ബില്യൺ. ഇന്ത്യക്ക് വ്യാപാരത്തിൽ $45 ബില്യൺ മിച്ചമാണുള്ളത്. വി ഹാവ് എ ട്രേഡ് സർപ്ലസ് ഓഫ് $45 ബില്യൺ. എന്നാൽ ഇന്ത്യ ഒരു ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ ഇക്കോണമി ആയതുകൊണ്ട് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നമ്മുടെ GDPയുടെ 2% മാത്രമേ വരൂ. ഇതിൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് എന്നിവയെ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നമ്മുടെ GDPയുടെ 1.4% മാത്രമേ വരൂ. ഈ 1.4%ത്തെയാണ് ട്രംപ് ടാരിഫ്സ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ ടാരിഫ്സ് ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ ഗണ്യമായി ബാധിക്കില്ല. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ GDP ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന 6.5%-ൽ നിന്ന് 6%-ആയി കുറഞ്ഞേക്കാം. ബട്ട് ഇന്ത്യ വിൽ കണ്ടിന്യൂ ടു ബി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ് ഡെസ്പൈറ്റ് ദിസ് ക്രൈസിസ്. എന്നാൽ ട്രംപ് ടാരിഫ്സ് തൊഴിൽ മേഖലയെ സാരമായി ബാധിക്കും. ഉയർന്ന തീരുവ കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള, കൂടുതൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, മെറീൻ എക്സ്പോർട്സ്, ഷ്രിംപ് എക്സ്പോർട്സ് തുടങ്ങിയ വ്യവസായങ്ങളിൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ദിസ് ഈസ് ദ റിയൽ പ്രോബ്ലം. ജോബ് ലോസസ്, നോട്ട് ദ ഹിറ്റ് ഓൺ ഇന്ത്യാസ് GDP ഗ്രോത്ത്. ഇനി മാർക്കറ്റ് ഇമ്പാക്റ്റിലേക്ക് വരാം. മാർക്കറ്റ് സെന്റിമെന്റ്സ് ഹാവ് ടേൺഡ് നെഗറ്റീവ്, ബട്ട് ദ മാർക്കറ്റ് ഈസ് അൺലൈക്ലി ടു പാനിക്. കാരണം വിപണി ഈ 50% ടാരിഫിനെ ഒരു താൽക്കാലിക പ്രശ്നമായി മാത്രമേ കാണുകയുള്ളൂ. 25% പീനൽ ടാരിഫ് അധികകാലം ഉണ്ടാകില്ല. ഇന്ത്യ US ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില നീക്കുപോക്കുകളിലൂടെ 25% പീനൽ ടാരിഫ് ഒഴിവാക്കാനാകും എന്നതാണ് വിപണിയുടെ പ്രതീക്ഷ. ഇന്ത്യക്കും ഇന്ത്യയുടെ താല്പര്യത്തിലും ചില നീക്കുപോക്കുകളിലൂടെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ധാരണയുണ്ട്. ഇന്ത്യയുടെ ടാരിഫ്സ് 25%ലേക്ക് കുറയ്ക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവുക. ഇന്ത്യയുടെ താല്പര്യത്തിലും അമേരിക്കയുടെ താല്പര്യത്തിലും അതാണ് നന്നാവുക. വിപണി ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതികരിക്കുക. വിപണി നേരിടുന്ന പ്രധാന വെല്ലുവിളി, ദ ഫണ്ടമെൻ്റൽ ചാലഞ്ച്, ഉയർന്ന വാല്യുവേഷൻസും മോശമായ ഏർണിംഗ്സ് ഗ്രോത്തുമാണ്. നിഫ്റ്റി ഈസ് നൗ ട്രേഡിംഗ് അറ്റ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ ഓഫ് അറൗണ്ട് 21. അറ്റ് ദ സെയിം ടൈം അവർ ഏർണിംഗ്സ് ഗ്രോത്ത് എക്സ്പെക്റ്റഡ് ദിസ് ഇയർ ഈസ് അറ്റ് ബെസ്റ്റ് 10%. 10% ഏർണിംഗ്സ് ഗ്രോത്ത് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു ഇക്കോണമിയിൽ 21 PE റേഷ്യോ കൂടുതലാണ്. ദിസ് ഈസ് ക്രൈസിസ് ടൈം, ബട്ട് ദ വാല്യുവേഷൻസ് ആർ നോട്ട് ക്രൈസിസ് വാല്യുവേഷൻസ്. ഇന്ത്യ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. വിപണിയിലേക്കുള്ള അനുസ്യൂതമായ പണമൊഴുക്കാണ് ഡൊമസ്റ്റിക് ഫണ്ട് ഫ്ലോസ് വിപണിയിലെ ഉയർന്ന നിലയിൽ നിലനിർത്തുന്നത്. 5 കൊല്ലം മുമ്പ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് 24 ട്രില്യൺ രൂപയായിരുന്നു. ഇപ്പോൾ ഇത് 74 ട്രില്യൺ രൂപയാണ്. An explosive growth from 24 trillion rupees to 74 trillion rupees. മന്ത്ലി SIPs 5 കൊല്ലം മുമ്പ് ഉദ്ദേശം 8,600 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 28,000 കോടിക്ക് മുകളിലാണ്. This is a structural trend. So long as this trend continues, the market will not crash, despite crisis like Trump's tariffs. Any big selling by FIIs will be easily absorbed by aggressive buying by DIIs who are flush with funds. അതുകൊണ്ട് ഇപ്പോൾ നിക്ഷേപകർ എന്തു ചെയ്യണം? ഈ 50% ടാരിഫ് എന്നത് ഒരു ഷോർട്ട് ടേം അബറേഷനായി കരുതുക, താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമായി കരുതുക. ദിസ് ഇസ് അൺലൈക്ലി ടു ലാസ്റ്റ് ലോങ്. മാർക്കറ്റിലെ വാല്യുവേഷൻസ് ഉയർന്നതാണ് എന്ന വസ്തുത കണക്കിലെടുക്കുക. നീതീകരിക്കാനാകാത്ത ഉയർന്ന വാല്യുവേഷൻസ് ഉള്ള സ്മോൾ ക്യാപ്സ് കഴിയുന്നത്ര ഒഴിവാക്കുക. ദീസ് ഹൈ വാല്യുവേഷൻസ് ആർ സസ്റ്റെയിൻഡ് ബൈ ലിക്വിഡിറ്റി. ദീസ് വാല്യുവേഷൻസ് ഡു നോട്ട് ഹാവ് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ആൻഡ് ദെർഫോർ ഈസ് ഹൈലി റിസ്കി. കൂടുതൽ ന്യായമായ വിലകളുള്ള ഫെയർ വാല്യുവേഷൻസ് ഉള്ള ലാർജ് ക്യാപ്സിലേക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ലാർജ് ക്യാപ് സ്റ്റോക്സിൽ
കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ഹ്രസ്വകാലത്തേക്കുള്ള എക്സസീവ് ട്രേഡിംഗ് ഒഴിവാക്കുക. ദീർഘകാല കാഴ്ചപ്പാടോടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക.